ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരു കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഏകദേശം 1.8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണത്. ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത് 2 സഹോദരങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ചാനലിൻ്റെ വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ചാനൽ നമ്മുടെ കേരളത്തിലെ ചാനൽ തന്നെയാണ്. ഈ ഒരു ചാനൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചാനൽ ഒരു ട്രാവലിംഗ് അതുപോലെ തന്നെ വാൻ ലൈഫ് നടത്തുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു വെഹിക്കിൾ ഉണ്ട്. ആ ഒരു വെഹിക്കിളിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിൾ ഇവർ മോഡിഫൈ ചെയ്തു. ഈ ഒരു വെഹിക്കിൾ മോഡിഫൈ ചെയ്ത് ഈ ഒരു രീതിയിലാക്കി മാറ്റിയെടുക്കുകയുണ്ടായി. അതായത് ഒരുപാട് ഓൾട്ടറേഷൻസും അതുപോലെ തന്നെ കുറേ സ്റ്റിക്കേഴ്സും കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇവർ ഈ ഒരു വാഹനം മോഡിഫൈ ചെയ്തത്. വാഹനം മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം നമുക്ക് വാഹനങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. ആ ഒരു ലീഗലായിട്ടുള്ള ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിൽ കടന്നു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുത്തുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ്, അതായത് MVD, നമുക്ക് നമ്മുടെ വാഹനം ഫൈൻ അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വാഹനം തടഞ്ഞു വെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇ ബുൾജെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള, അതുപോലെ തന്നെ ഞാൻ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു ചാനൽ തന്നെയാണ് ഈ ഒരു ഇ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ. വളരെ നല്ല രീതിയിലാണ് അവരുടെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും തന്നെ, എത്ര വലിയ യൂട്യൂബർ ആയിരുന്നാലും അല്ലെങ്കിൽ എത്ര വലിയ എന്താ പറയുക സെലിബ്രിറ്റി ആയിരുന്നാൽ പോലും നിയമത്തിൻ്റെ രീതി തന്നെ പോകണം. കാരണം നിയമം ഒരിക്കലും നമുക്ക് തെറ്റിക്കാനുള്ളതല്ല, നമ്മത് പാലിക്കാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഓഫീസിൽ ഈ ഒരു സഹോദരങ്ങൾ കയറി ചെല്ലുകയും അതുപോലെ തന്നെ ഇവർ ഫൈൻ അടയ്ക്കാനാണ് അവിടെ പോയതെങ്കിൽ പോലും ചെറിയ പലതരത്തിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും അവിടെ ചെറിയ രീതിയിലുള്ള എന്താ പറയുക സംസാരം ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായി. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരിക്കുകയുണ്ടായി. ഇതിന് ശേഷം അവരുടെ അറസ്റ്റ് നമ്മൾ കണ്ടു. അറസ്റ്റിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും എല്ലാം ഈ ഒരു വാഹനത്തിൽ നടന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതലായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരെ അവർ കട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1.8 മില്യൺ ഉള്ള ഈ ഒരു ഇ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ പോലീസ് പൂട്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ടെക്നോളജി പരമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരിക്കലും ഒരു പോലീസ് വിചാരിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെതായിട്ടുള്ള ഗൈഡ് ലൈൻ പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു പോലീസ് മാത്രം അല്ലെങ്കിൽ ഒരു SIO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചാനൽ ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗൂഗിളിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗൂഗിളിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന് നമുക്ക് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന തരത്തിലുള്ള വയലേഷൻസ് ഈ ഒരു വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്, ഈ ഒരു വീഡിയോ വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂട്യൂബ് പരിശോധിച്ചതിന് ശേഷം യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു വീഡിയോയ്ക്ക് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുകയുള്ളൂ. മനസ്സിലായില്ലേ? പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ചാനൽ ഡിലീറ്റ് ആകുമോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോകുമോ എന്തൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ചാനൽസോ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസ് കേന്ദ്ര ഗവൺമെൻറ്റിലോട്ട് പോവുകയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കോർട്ടിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക IT വിഭാഗത്തിൽ നിന്നോ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഗൂഗിളിന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഗൂഗിൾ ഇത് ആ ഒരു വീഡിയോ പരിശോധിക്കുകയും പിന്നെ ആ ഒരു വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനും ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈനും കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ഒരു ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ പറയുക, ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് യൂട്യൂബിന്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടും ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഒരു കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ചിലപ്പോൾ യൂട്യൂബ് പരിശോധിച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്തേക്കാം.
പക്ഷേ എങ്കിൽ ഒരിക്കലും ഒരു പോലീസ് വിചാരിച്ചാലോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് വിചാരിച്ചാലോ ഒരിക്കലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനലോ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാനൽ റിമൂവ് ആകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലായാലും പോലും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തികച്ചും ഉപകാരപ്രദമാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരു യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ പോളിസി മൊത്തം ഒരു 6-7 പോളിസീസ് ഉണ്ട്. പോളിസീസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. യൂട്യൂബിൽ മെയിനായിട്ട് 3 തരം ആൾക്കാരുണ്ട്. ഒന്ന് ക്രിയേറ്റേഴ്സ്, 2 അഡ്വർടൈസേഴ്സ്, 3 വ്യൂവേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ പോലത്തെ ആൾക്കാരാണ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അഡ്വർടൈസേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പരസ്യങ്ങളാണ് അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്നത്. 4മത്തെ വ്യൂവേഴ്സ്, അതായത് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ആൾക്കാർ ചേർന്നതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഈ ഒരു യൂട്യൂബിൽ എന്താ പറയുക, സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും കൊണ്ടുപോകാനായിട്ട് യൂട്യൂബ് ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ചട്ടക്കൂടുകൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പാം കമന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. സ്പാം കമന്റ് എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടേക്ക് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. ഓക്കെ, ഈ ഒരു സ്പാം കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോയിൽ ആരെങ്കിലും കമന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമന്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കമന്റ്സ് നിങ്ങൾക്ക് റിപ്പോർട്ട് അടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ വീഡിയോയിൽ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സെയിം കമന്റ്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു കമന്റ് സ്പാം ആയിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ നമുക്ക് ആ ഒരു കമന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്താലും നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ സൂക്ഷിച്ച് വേണം കമന്റ് ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നോർമലി ഇപ്പോഴത്തെ അവസ്ഥയിൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് 90 ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ ഉണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമത്തെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18+ കണ്ടന്റ് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആഡ് സ്യൂട്ടബിലിറ്റി എന്താ പറയുക കുറയുന്നതായിരിക്കും. ആ ഒരു ചാനലിൽ ആഡ് നിങ്ങൾക്ക് ലഭിക്കില്ല. നമുക്കറിയാം ഒരു ഗ്രീൻ സിമ്പിളും അതുപോലെ തന്നെ ഒരു യെല്ലോ സിമ്പിളും ഉണ്ട്. ഈ ഒരു യെല്ലോ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആഡുകൾ മാത്രമേ ആ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുകയുള്ളൂ. ഗ്രീൻ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അഡ്വർടൈസേഴ്സും ആ ഒരു വീഡിയോയ്ക്ക് അഡ്വർടൈസ് ചെയ്യാനായിട്ട് തയ്യാറാണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു 18+ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് ചൈൽഡ് സേഫ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന് 2 ഓപ്ഷൻ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ 18+ കണ്ടന്റുകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു വീഡിയോ യൂട്യൂബ് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തരികയും ചെയ്യുന്നുണ്ട്. നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ്. നമ്മൾ ഒരു എക്സ്പെരിമെന്റോ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊക്കെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാജിക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു മാജിക്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓഡിയൻസിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ലഭിക്കാത്ത ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയ്റ്റ് സ്പീച്ച് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ നടത്താനായിട്ട് പാടില്ല. ഒരു റീജിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ കുറിച്ചോ നിങ്ങൾ ഒരിക്കലും മോശമായിട്ട് യൂട്യൂബിൽ പറയാനായിട്ട് പാടില്ല. ഒരിക്കലും അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിക്കുന്നതായിരിക്കും. ആറാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹറാസ്മെന്റ് ആൻഡ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് പ്രാങ്ക് ചാനലുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള ചാനലുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചാനലുകളൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മോണിറ്റൈസേഷൻ എനേബിൾ ആകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പബ്ലിക്കിൽ ഒരാളെ ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ മോണിറ്റൈസേഷൻ ലിമിറ്റഡ് ആയിരിക്കും. ഒരിക്കലും എന്താ പറയുക ഗ്രീൻ സിമ്പിൾ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഡും ആ ഒരു ചാനലിൽ വരണം എന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ആഡ് ലഭിക്കാതിരിക്കാം. ചിലപ്പോൾ ഒരു യെല്ലോ സിമ്പിൾ വന്നിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആഡുകൾ മാത്രമായിരിക്കും ആ ഒരു ചാനൽ ലഭിക്കുന്നത്. ഹറാസ്മെന്റ് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ സൈബർ ബുള്ളിംഗ് അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ 3 ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആകുന്നതായിരിക്കും. ടെർമിനേറ്റ് മീൻസ് ഒരിക്കലും ആ ഒരു ചാനൽ നമുക്ക് ഇനി പിന്നെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അത് 1 മില്യൺ അല്ല
10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായ പോലും യൂട്യൂബ് ഒരിക്കലും ഒരു ദാക്ഷിണ്യം കാണിക്കത്തില്ല, ആ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കമന്റിന് എന്തായാലും ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് കാണാം. അതുവരെയും ഗുഡ് ബൈ.